കോഴിക്കോട് പന്തീരാങ്കാവ് അനധികൃതമായി പ്രവർത്തിക്കുന്ന ചെങ്കൽ ക്വാറിയിൽ പോലീസിന് മിന്നൽ പരിശോധന. 19 ലോറിയും ഒരു JCBയും കസ്റ്റഡിയിലെടുത്തു. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, ആ മിന്നൽ പരിശോധനയുടെ പശ്ചാത്തലം എന്താണ്? ഹാഷ്മി, കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഈ നാട്ടുകാർ തുടർച്ചയായിട്ട് ഈ ക്വാറിക്കെതിരെ പരാതി നൽകുന്നുണ്ട്. കാരണം ഇത് അനധികൃതമായിട്ടാണ് ഈ ക്വാറി പ്രവർത്തിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ച്. എന്നാൽ കാര്യമായിട്ട് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാഴ്ചയ്ക്ക് മുൻപ് സമാനമായ രീതിയിൽ പന്തീരാങ്കാവ് പോലീസ് ഇവിടെ പരിശോധന നടത്തുകയും ഇവരുടെ രേഖകളൊക്കെ ഹാജരാക്കാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഇവർക്ക് കാര്യമായിട്ട് രേഖകളൊന്നും തന്നെ ഹാജരാക്കാൻ സാധിച്ചിരുന്നില്ല. അന്ന് ഇവരുടെ പല ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇത് പ്രവർത്തിപ്പിക്കരുത്, രേഖകൾ ഹാജരാക്കിയതിനു ശേഷം മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ നിർദ്ദേശമൊക്കെ ലംഘിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഇത്തരത്തിൽ ഈ ക്വാറി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. തുടർന്ന് ഇന്ന് രാവിലെ പോലീസ് അവിടെ മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് 19 ലോറികൾ, ഒരു JCB എന്നിവ പന്തീരാങ്കാവ് പോലീസ് പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പന്തീരാങ്കാവ് പൂഞ്ഞാമൂലയിലെ ക്വാറിയിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പ്രദേശത്തെ നാട്ടുകാരൊക്കെ തന്നെ ഇതിനോടകം നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ പരാതിക്ക് ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ റെയ്ഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹാഷ്മി, ഷഹദ് റഹ്മാനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.